എനിക്ക് ഇനി നാടൻ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയാൻ പാടില്ല. സോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വാ, ഇരിക്കുന്ന പച്ചരിയാണ്. കുറച്ചേ എടുക്കുന്നുള്ളൂ, ഞങ്ങൾ രണ്ടുപേരുള്ളത് കൊണ്ട് തന്നെ ഇച്ചിരി മാത്രം നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയല്ലേ, ദേ കഴുകി വൃത്തിയാക്കിയിട്ട് അരി ഞാൻ നേരെ കുക്കറിലേക്ക് കൊട്ടാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് മനസ്സിലായിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അതേ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറുപയറാണ്, ചെറുപയർ കൂടി അതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നേരെ അടുപ്പത്തേക്കും കയറ്റിക്കും. വിസിൽ വരണവരെ നമുക്ക് അടുത്തൊരു പരിപാടി ഉണ്ട്. ഇതേ ഉണക്കമീനാണ് കേട്ടോ. അത് ഞാൻ ദേ വെള്ളത്തിലിടുകയാണ്. നേരെ ക്ലീൻ ചെയ്തിട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഇതിലൊക്കെ എക്സ്പേർട്ടായിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ഗൃഹനാഥയായ ഗൈസ്. പണ്ടൊക്കെ അമ്മയും അമ്മായിമ്മ ഉണ്ടാക്കി തന്നത് തിന്നുകൊണ്ടിരുന്ന ഞാനാ. ഇപ്പം എല്ലാം ഞാൻ ഉണ്ടാക്കണം, ഇവർക്ക് ഉണ്ടാക്കിയും കൊടുക്കണം. അപ്പോഴേക്കും ഞാൻ ദേ മുളകൊക്കെ തിരുമ്മി കഴിഞ്ഞ് വറുക്കാനുള്ള തയ്യാറെടുപ്പിലായിട്ടോ. കുറച്ച് എണ്ണയ്ക്ക് ഒഴിച്ച് ദേ നേരെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് ചെറിയുള്ളി കൂടെ കുറച്ച് അതിന് മുകളിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേ മിച്ചൂസ് ഓടി വന്നു കേട്ടോ. പിന്നെ മിച്ചൂസിനെ എടുത്തിട്ടായി ബാക്കി പണി. എന്തായാലും മീനൊക്കെ വറുക്കണമല്ലോ. ഇടയ്ക്ക് ഒരു ഉമ്മയ്ക്ക് തന്നപ്പോൾ എൻ്റെ കുറച്ച് എനർജി ഒക്കെ കൂടി ഗൈസ്. ഫൈനലി നമ്മുടെ ഉണക്കമീൻ വറുത്തതും കഞ്ഞി റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ചുകൂടി തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഏട്ടൻ വരുമ്പോഴേക്കും രണ്ടും റെഡി ആയിട്ടുണ്ട്. എനിക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഏട്ടൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് നമുക്ക് കേട്ടാലോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ആ ടേസ്റ്റില്ലേ? മാന്തൂർ വറുത്തത് എങ്ങനെയുണ്ട്? ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വറുത്ത കേട്ടല്ലോ. ഏട്ടൻ്റെ അഭിപ്രായം കേട്ടി കഞ്ഞിക്കലവും കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടതിരിക്കും. ബൈ.